ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അങ്ങനെ അമ്മ എന്നോട് മിണ്ടില്ലേ, പ്രിയാമണി അമ്മമ്മ എന്നോട് മിണ്ടില്ലേ എന്നൊക്കെ ചിപ്പിമോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മിണ്ടാവ്രതം അവസാനിച്ചു. എൻ്റെ മോളോട് ഞാൻ മിണ്ടാതിരിക്കുമോ? കുറച്ച് നേരം ഞാൻ വെറുതെ മിണ്ടാതിരുന്നതല്ലേ. എല്ലാവർക്കും സന്തോഷമായി. സുചിത്ര പറഞ്ഞു, ഇളയമ്മ വാ തുറക്കാനായിട്ടേ ദേ ചിപ്പിമോള് വരേണ്ടി വന്നു. അപ്പോൾ ചിപ്പിമോള് പറഞ്ഞു, മമ്മിയും ഡാഡിയും ടൂറ് പോവാം, അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കൊള്ളാലോ, എവിടേക്കാണ് പോകുന്നത് എന്ന് പ്രിയാമണി ചോദിച്ചു. ഞാൻ പോണില്ല, അമ്മയും ഡാഡിയും മാത്രമേ പോകുന്നുള്ളൂ. അവരോട് പോകാനായിട്ട് ഞാനാണ് പറഞ്ഞത്. എവിടേക്കാണ് അമ്മേ പോകുന്നത്? അതൊക്കെ ഡാഡിക്കല്ലേ അറിയുള്ളൂ. എവിടെയാണെങ്കിലും നിങ്ങൾ ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. അവിടെ ചെന്നിട്ട് ഇനി പിണങ്ങാതിരുന്നാൽ മതി. പിണക്കം മാറ്റാൻ ഞാനുണ്ടാവില്ല എന്നൊരു ഓർമ്മ എപ്പോഴും അമ്മയ്ക്ക് ഉണ്ടാവണം കേട്ടോ എന്നൊക്കെ ചിപ്പിമോള് വലിയ ആൾക്കാർ പറയുന്നത് പോലെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോഴും പിണക്കമുണ്ടോ? അത് മാഷപ്പൂപ്പ, സ്നേഹമുള്ളവരല്ലേ എപ്പോഴും പിണങ്ങുന്നത്. മോള് കുട്ടിയാണെങ്കിലും വലിയൊരു സത്യം പറഞ്ഞു. പ്രിയാമണി മോള് വരുന്നത് വരെ ഭയങ്കര പിണക്കത്തിലായിരുന്നേ. ഞാൻ അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ഇവിടെ മൗനവ്രതമാണെന്ന്. എന്നിട്ട് സുജിയെ കാണാമെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്? അമ്പടി കള്ളി. അമ്മയുടെ മൗനവ്രതം മുടക്കാനായിട്ടേ അച്ഛനാ ഞങ്ങളെ അയച്ചത്. കേട്ടോ മാഷപ്പൂപ്പ, എല്ലാവരുടെയും പിണക്കാൻ പറ്റുന്ന ജോലിയെ ഇപ്പം ചിപ്പിമോൾക്കായി എന്നും പറഞ്ഞ് ചിപ്പി ഇങ്ങനെ നിൽക്കുക. ചിപ്പിയെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് പ്രിയാമണി. ഇഷിതയ്ക്കും അതുപോലെ പ്രഭുമാഷിനും സുചിത്രയ്ക്കും ഒക്കെ ഇപ്പോഴാണ് സമാധാനമായത്. പിന്നെ കാണിക്കുന്നത് ആകാശിൻ്റെ വീടാണ്. മഞ്ജിമ രചനയെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ് കാര്യങ്ങളൊക്കെ. എല്ലാം ഒന്നാന്തരം നാടകമാണ് രചനയെ, നാടകം. ഇഷിതയും എല്ലാവരും ചേർന്നിട്ട് പ്ലാൻ ചെയ്തതാണ്. മഹേഷിൻ്റെ മനോഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് രചന ചോദിക്കുക. ഒരു റൂമിൽ ഒരു ബെഡിൽ അകലം പാലിച്ച് കിടന്നവരെ ടൂർ പോയിട്ട് എന്ത് സംഭവിക്കാനാ? എവിടെയായാലും അടച്ചിട്ട റൂം ഒരുപോലെയല്ലേ, അതിന് ടൂറ് പോകണമെന്നുണ്ടോ? ഇതൊക്കെ എവിടുത്തെ രീതികളല്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇഷിതയ്ക്ക് ഇപ്പോഴേ ഇളക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതവളെ കണ്ടാലറിയാം. എഗ്രിമെൻറ്റ് കീറിക്കളയുന്ന അവൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് ബോധ്യമായതാണ്. ആ പ്രഖ്യാപനത്തിലൂടെ അവൾ മഹേഷിനെ വീട്ടിലാക്കിയെന്ന്, ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാമെന്ന് സ്വന്തം വീട്ടുകാർക്ക് അവൾ വാക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി അവൾക്ക് എന്ത് നോക്കാനാ? എല്ലാ അർത്ഥത്തിലും മഹേഷിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുക. അവൾ അത് മോഹിച്ചു തുടങ്ങി. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അപ്പോഴേക്കും രചനയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ടിട്ട് രചന എഴുന്നേറ്റ് ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുക. മഞ്ജിമ മനസ്സിലോർത്തു, ഏക്കുന്നുണ്ട്. മഹേഷിൻ്റെ മനോഭാവം മാത്രമേ ഇനി അറിയാനുള്ളൂ. അതിനാ ടൂർ വെച്ചത്. ഹണിമൂൺ എന്ന മട്ടിൽ ആ ടൂറ്. വിവാഹം കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോയിട്ടില്ലല്ലോ, പോയിട്ട് വരട്ടേന്ന്. അപ്പോഴേക്കും രചന പറഞ്ഞു, നീ പറഞ്ഞത് സൈക്കോളജിക്കലായിട്ടുള്ളൊരു മൂവ് തന്നെയാണ്. ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മഹേഷിൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ഫീൽ വരും. അത് തന്നെയാണ് അവളുടെ വീട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ചിപ്പിമോളെ മഹേഷ് മറന്നു കാണും ഹണിമൂണിനൊക്കെ കേട്ടപ്പോൾ. അല്ല, ചിപ്പിമോളെ കൊണ്ട് പറയിച്ചതാന്നേ മമ്മി ഡാഡിയും ടൂറിന് പോയിട്ട് വാന്ന്. ഇതിന് പിന്നിലെ കഥ വല്ലതും അവക്കറിയാവോ? എന്താ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അവക്കറിയാവോ? ഇത്രയും കാലം മഹേഷ് തനിച്ച് ജീവിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ ഹണിമൂൺ കഴിഞ്ഞ് വന്നാൽ അങ്ങനെ ആവില്ല. അവരുടെ യാത്ര നടക്കരുതെന്ന എൻ്റെ പ്രാർത്ഥന. ഇഷിതയിൽ മഹേഷിനൊരു കുഞ്ഞ് പിറക്കുന്നത് ഒരിക്കലും എനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല. എൻ്റെ ഭഗവാനെ, എങ്ങനെ അവരുടെ യാത്രയൊന്നും മുടക്കും? 2 മക്കൾ മഹേഷിനുണ്ട്. മൂത്ത മകൻ തന്നോളം എത്തി. എന്നിട്ട് നാണമില്ലല്ലോ മറ്റൊരു എത്തിയും കൊണ്ട് ഈ പേരും പറഞ്ഞ് പോകാൻ. അപ്പോൾ രചന പറഞ്ഞു, മഹേഷിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഇത് ആദ്യം കൊണ്ട് ഞാൻ ചോദിപ്പിക്കും. ഞാൻ നോക്കിക്കോ. മഹേഷ് മനസ്സിലാക്കണ്ടായിരുന്നോ മക്കളുടെ ഫ്യൂച്ചർ? വീട്ടുകാർ തന്നെ ഒത്താശ ചെയ്ത് കൊടുക്കുകയല്ലേ. കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ മഹേഷ് ഇഷിത വിവാഹം കഴിച്ചത്? കുഞ്ഞിനെ വളർത്താനായിട്ട്. വളർത്താമ്മയാവാൻ വന്നവൾ പെറ്റമ്മയാകുന്ന അവസ്ഥയായി ഇപ്പോൾ ഉണ്ടാകുന്നത്. നിൻ്റെ അമ്മ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കുന്ന കൂട്ടത്തിലല്ലല്ലോ. മഞ്ജിമ, നീ അമ്മയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ ഒരു കുളത്തിൽ 7 നിറം കാണിക്കും. അമ്മ ഞാൻ പറയുമ്പോൾ ഒരു രീതിയിൽ, അച്ഛനോട് വേറൊരു രീതിയിലാണ്. അച്ഛൻ പറയുമ്പോൾ വേറൊരു രീതിയിൽ. എന്തായാലും കണിമോണി യാത്ര നടന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ വന്ന കാര്യം രചന ആകാശിനോട് പറഞ്ഞില്ലേ? അന്ന് തന്നെ പറഞ്ഞു. കൈലാസിനോട് വലിയ മതിപ്പൊന്നുമില്ല ആകാശിന്. ആവശ്യത്തിന് കൂടെ നിൽക്കുന്നവരെ മാത്രമേ വില വയ്ക്കുകയുള്ളൂ എന്ന് രചന ഇങ്ങനെ പറയാതെ ആകാശിൻ്റെ കയ്യിൽ നിന്നൊന്നും കിട്ടാൻ പോണില്ല എന്ന അർത്ഥമാക്കുന്നത്. അപ്പോഴേക്കും മഞ്ജിമ മറ്റൊരു ഗോളടിച്ചു. എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നും ഇതുപോലെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും. അന്നും നമ്മൾ വില പറയും. അപ്പോഴേക്കും രചന പറഞ്ഞു, ആകാശിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് ഞാൻ മഞ്ജിമയ്ക്ക് വാങ്ങിച്ചു തരാം. ഇപ്പം മഞ്ജിമ ചെല്ല. നിർബന്ധിച്ച് മേടിക്കാനൊന്നും മഞ്ജിമ നിൽക്കണ്ടെന്നേ. എന്നാ ചെല്ല. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ? ശരി ഇറങ്ങിക്കോ. അങ്ങനെ
രചന അങ്ങ് പോവുക, മഞ്ജമി അങ്ങ് പോവാണ്. മഹേഷും ഇഷിതയും മാത്രമായിട്ടൊരു യാത്ര പോയാൽ ഇന്നലെ വരെ ജീവിച്ച മഹേഷ് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ശരിയാ. സുന്ദരിയായൊരു പെണ്ണ് ഇത്രയും കാലം അത്രയും കയ്യെത്തും ദൂരത്തുണ്ടായിട്ട് മഹേഷ് ഒന്നിനും തയ്യാറായില്ല. അങ്ങനെയുള്ള ഒരാളാണ് മധുവിധു ആഘോഷത്തിന് പോകുന്നത്. അവരുടെ ഈ യാത്ര നടക്കാൻ സമ്മതിക്കരുത്. അത് രചന എടുക്കുന്ന ശബ്ദം തന്നെയാണ്. അവരുടെ യാത്ര തടയാൻ മഞ്ജിമയ്ക്ക് കഴിയും. മഞ്ജിമ തന്നെ ഇനി രചനയുടെ പരിച. ഇങ്ങനെ മഞ്ജി വന്നിട്ട് ആദിക്കരികിലേക്ക് ചെല്ലാം. ആദ്യ ഗെയിമും കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ, ഫോണും കുലുക്കി. ഈ പിള്ളേരൊക്കെ ഇമ്മാതിരി ഗെയിം കളിച്ചതിൻ്റെയൊക്കെ കണ്ണടിച്ച് പോകില്ലേ എന്തോ. എന്തായാലും ആദിമോനെ, അമ്മ കാര്യം പറ. അതെ, നീ ഇവിടെ ഗെയിമും കളിച്ചുകൊണ്ടിരുന്നോ? നിൻ്റെ അനിയത്തിൻ്റെ കാര്യം വല്ലോ നീ അറിയുന്നുണ്ടോ? ഞാൻ അവളെ ഇന്നലെയും കണ്ടതാണല്ലോ. കുറേ നേരം അവൾ സംസാരിച്ചാണല്ലോ എന്നോട്. അവളെ ഒഴിവാക്കി നിർത്തി ഇഷിതയും കൂട്ടി ഡാഡി ടൂറിന് പോകുന്ന കാര്യം നിന്നോട് അവൾ പറഞ്ഞില്ലേ? ഇല്ല, എന്നോട് അവൾ പറഞ്ഞില്ല. അവൾ അറിഞ്ഞെങ്കിൽ എന്നോട് പറഞ്ഞേനെ. അവിടെ ടൂറിൻ്റെ വിശേഷമൊക്കെയാണ് നടക്കുന്നത്. 1-2 ദിവസത്തേക്കുള്ള ടൂറൊന്നുമല്ല, കുറച്ച് ദൂരെ അവർ രണ്ടുപേരും മാത്രമായിട്ട് ആഘോഷിക്കാനായിട്ട് പോകുന്നത്. അവളത് നിന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സ് വേദനിച്ചിട്ട് തന്നെയായിരിക്കും. പാവം കുട്ടി, അവൾക്കും കാണില്ലേ അവർക്കൊപ്പം പോകണം എന്ന ആഗ്രഹമൊക്കെ. ഇഷിതയ്ക്ക് അത് അറിയണമെന്നില്ല, പക്ഷേ അവളുടെ ഡാഡി അത് അറിഞ്ഞിരിക്കേണ്ടതല്ലേ. ഒരു കുഞ്ഞിൻ്റെ മനസ്സ് വേദനിപ്പിക്കാനായിട്ട് മഹേഷിന് എങ്ങനെ കഴിയുന്നു? മറ്റൊരുത്തി കെട്ടിക്കൊണ്ടുവന്ന ഇതായിരിക്കും അവസ്ഥ. ആദ്യം ചോദിച്ചു, മമ്മി കേട്ടതൊക്കെ സത്യമാണോ? മമ്മി വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഡാഡിയെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. ടൂറിൻ്റെ കാര്യം ആലോചിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. ചിപ്പിയെ തനിച്ചാക്കി ഡാഡി പോയാലും ഇഷിതാമ്മ പോവില്ല. എനിക്ക് അവരെ നന്നായിട്ട് അറിയാം. ദേ, ഒരു ഇഷിതാമ്മ, ആ അമ്മ തന്നെയാണ് ടൂറിൻ്റെ കാര്യമായിട്ട് വന്നിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് അവൾക്ക് മഹേഷിൻ്റെ കൂടെ തനിച്ചു പോകാൻ പറ്റിയിട്ടില്ല എന്ന്. മഹേഷ് അതിനുവേണ്ടി വഴങ്ങി കൊടുക്കുകയും ചെയ്തു. കാര്യം മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നീ ചിപ്പിയെ വിളിച്ച് ചോദിക്കുക. സങ്കടം മനസ്സിൽ വെച്ചിരിക്കാതെ നീ അവളോട് പറയണം അവരുടെ കൂടെ പോകാനായിട്ട്. അങ്ങനെ ഇഷിത അനിയത്തി തഴഞ്ഞിട്ട് മഹേഷുമായിട്ട് സന്തോഷിക്കാൻ പോകണ്ട. ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ഇഷിതയെ പ്രോത്സാഹിപ്പിക്കുന്നത് തുല്യമായിരിക്കും. ചിപ്പിയുടെ കാര്യത്തിൽ പിന്നെ അവൾ കാണിക്കാൻ പോകുന്നത് അവഗണനയായിരിക്കും. നീ വിളിക്ക് ചിപ്പി മോളെ, ഇപ്പം തന്നെ വിളിച്ച് നീ കാര്യം പറ. പിന്നെ ഇതും പറഞ്ഞൊന്നും ഞാൻ ചിപ്പിയെ വിളിക്കത്തില്ല. ഇനി അവൾ പറഞ്ഞാൽ തന്നെ ആദ്യം കേട്ടതായിട്ട് ഭാവിക്കുള്ളൂ. നീ എന്തേട്ടനാടാ? അവൾ സങ്കടപ്പെട്ട നിനക്കൊന്നുമില്ലേ? അതെ, അവൾ സങ്കടപ്പെട്ട എന്നെയൊക്കെ കൂടുതൽ വിഷമിക്കുന്നത് ഇഷിതാമ്മയും ഡാഡിയാണ്. അവൾക്ക് സന്തോഷം കൊടുക്കാൻ അവർക്കറിയാം. മമ്മി അവളെ സങ്കടപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവളെ ഇവിടെ കൊണ്ടുവന്ന് അങ്കിളിൻ്റെ കുത്തുവാക്കൊക്കെ കേൾക്കാനായിട്ട് അമ്മ ഇങ്ങനെ ശ്രമിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്ന അവളുടെ അവസ്ഥ എന്താവുമെന്ന് അറിയത്തില്ലേ? അപ്പോൾ രചന ചോദിച്ചു, നീയല്ലേ പറഞ്ഞത് ഡാഡിയും മമ്മിയും മക്കളെല്ലാവരോടും ഒരുമിച്ച് ജീവിക്കണമെന്ന്? എന്നിട്ടിപ്പോൾ നീ ഇഷിതയ്ക്ക് കുട പിടിക്കുവാണോ? ഇഷിത അവളുടെ വയറ്റി പോട്ടെ എന്നല്ലേ പറഞ്ഞത്? ഞാനെൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്ന് വെച്ച് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ? മമ്മിക്കൊപ്പം ജീവിക്കാനായിട്ട് ഡാഡി തയ്യാറാവുമല്ല. ഡാഡിയെ മോശക്കാരനാക്കാൻ നടക്കുന്ന മമ്മിക്ക് ഡാഡിയുടെ കൂടെ ഇനി ജീവിക്കാനായിട്ട് പറ്റുമോ? ആദിയുടെ ചോദ്യം കേട്ട് രചന ഞെട്ടിയിട്ടോ. ഈശ്വര, ഇവൻ്റെ കയ്യിൽ നിന്നും പോയോ? 2 പേർക്കും ഒരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റില്ല. പിന്നെ എന്തിന് ഇഷിതാമ്മ പുറത്ത് പോകണം? ചിപ്പിയെ സങ്കടപ്പെടുത്താനോ? എൻ്റെ മനസ്സിൽ ഇപ്പം അങ്ങനെയുള്ള ഒരു ചിന്തയില്ലാമേ. എൻ്റെ അനീതി സന്തോഷത്തോടെ ഇരിക്കണം. അപ്പോൾ അവർ പോയി ഉല്ലസിച്ചിട്ട് വരട്ടെ അല്ലേ? അവർ പോകുന്നതിൽ ചിപ്പിക്ക് വിഷമമില്ല, പിന്നെ ആ മമ്മി എന്തിനാണ് വിഷമിക്കുന്നത്, ടെൻഷൻ അടിക്കുന്നത്? വീട്ടിൽ അച്ഛമ്മയും അച്ചാച്ചനും ഉണ്ട്, അവൾ തനിച്ചല്ലല്ലോ. ഇനി അവർ പോകുന്നതിൽ മമ്മിക്ക് അസൂയാണെങ്കിൽ അതിന് എനിക്ക് മരുന്നില്ല, അതിനെൻ്റെ കയ്യിൽ മരുന്നില്ല. ഇത് കേട്ടതും രചന ഞൊട്ടിത്തെറിച്ച് കാലി പൂണ്ടങ്ങ് പോവുകയാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എൻ്റെ ഡാഡിയെ വേണ്ടെന്ന് വെച്ചതാ, എന്നിട്ട് ഒരു ദുഷ്ടൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നു. ഇപ്പോഴാണ് ഡാഡിയുടെ വില മമ്മി അറിയുന്നത്. ഇനി അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ആദ്യം ഇങ്ങനെ ഓർക്കുക. പിന്നെ കാണിക്കുന്നത് സ്വപ്നവല്ലിയും രാമനാഥനും. ഇഷിതയും മോളും എവിടെ പോയി? അവർ രണ്ടുപേരും 100ലേക്ക് പോയതാ. മനസ്സിലായി. അമ്മയെ ചെന്ന് കണ്ട് ഹണിമൂൺ ട്രിപ്പിന് പോണ വിവരം അറിയിച്ച് മിണ്ടാവൃതം അവസാനിപ്പിക്കാനല്ലേ അവൾ പോയത്? യാത്ര പോകുന്ന കാര്യം പിന്നെ യാത്ര പറയണ്ടേ? സ്വപ്നം ഇതെന്താ ഇങ്ങനെ പറയുന്നത്? പോകരുതെന്ന് ഞാൻ എതിർത്ത് പറയാതെ തന്നെ എനിക്ക് താല്പര്യമില്ലാന്ന് കണ്ട് മഹേഷ് യാത്ര എന്ന് പിന്മാറിയതല്ലേ? ഞാൻ നിർബന്ധിച്ചത് കൊണ്ടും എൻ്റെ ഔദാര്യം കൊണ്ടും അല്ലേ അവർ ടൂറിന് പോകുന്നത്. എന്നിട്ടിപ്പോൾ എന്നെ നാണം കെടുത്തിയവളുടെ മൗനവ്രതം അവസാനിപ്പിക്കാനായിട്ട് പോയിരിക്കുകയാണ്. പ്രിയാമണി ഇപ്പോൾ കരുതുന്നത് എന്താ? അയ്യോ, അവളുടെ വാക്ക് കേട്ട് പേടിച്ച് നമ്മൾ അവരെ ടൂറിന് അയക്കുന്നു എന്നല്ലേ? അപ്പോൾ രാമനാഥൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും കടന്ന് ചിന്തിച്ചിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഒന്ന് പറയാം, സ്വപ്നം മോളുടെ ആവശ്യം കേട്ട് നിറം മാറരുത്. അപ്പോഴേക്കും ചിപ്പിമോൾ അങ്ങോട്ട് വന്നു കേട്ടോ. അച്ചച്ചാ, നിൻ്റെ കൊണ്ട് പോയ ഇഷിത എവിടെ? ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു, അത്യാവശ്യമായിട്ട് അവിടെ എത്താൻ പറഞ്ഞു, അങ്ങോട്ട് പോയി.
നിന്നെ ഇവിടെ നല്ല ഇഷിത കൂട്ടിക്കൊണ്ട് പോയത്? അവൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ കുട്ടിയെ വീട്ടിലെത്തിച്ചിട്ട് വേണ്ടേ പോകാനായിട്ട്? അല്ലാതെ പോയ വീട്ടിൽ കുട്ടിയെ നിർത്തിയിട്ടാണോ പോകേണ്ടത്? അവൾ വരുന്നത് വരെ അവിടെ നിൽക്കാനായിട്ട് ഇഷിത നിന്നോട് പറഞ്ഞോ? എൻ്റെ പൊന്നു സ്വപ്നം, തൊട്ടടുത്ത റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്കല്ലേ പോകുന്നത്? അത് 100, ഇത് 101. എന്താ കോറിഡോർ ഇറങ്ങി അടുത്ത ഫ്ലാറ്റ് അല്ലേ? സ്വപ്നത്തിൻ്റെ പറച്ചിൽ കേട്ടത്തോന്നും 10 കിലോമീറ്റർ ദൂരത്തുള്ള വീട്ടിൽ ഇഷിത മോളെ കൊണ്ടുപോയി നിർത്തിയിട്ട് പോയതാണെന്ന്. കിലോമീറ്റർ ഒന്നും അല്ല പ്രശ്നം, മര്യാദകളുടെ ഇവിടുത്തെ പ്രശ്നം. ഇത്ര അടുത്ത് കുട്ടിയെ കൊണ്ടുവിടാത്ത, ആ ഒരു മനസ്സ് കാണിക്കാത്ത അവളെന്തിനു ഇങ്ങനെ അവിടെ ആക്കിയിട്ട് പോയി? ചിപ്പി എന്തിനു കൂട്ടിക്കൊണ്ടുപോയി? ന്യായമായ ചോദ്യമല്ലേ ഞാൻ ചോദിക്കുന്നത്? ചിപ്പി ചോദിച്ചു, എന്തിനാ അച്ഛമ്മ എപ്പോഴും അമ്മയെ വഴക്ക് പറയുന്നത്? അമ്മയുടെ കൂടെ പോയത് ഞാനാ. സുജി ചെറിയമ്മയോട് ഞാൻ അവിടെ സംസാരിച്ചിരുന്നതാ. എന്നെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് അമ്മ പറഞ്ഞതാ. അമ്മയോട് പൊക്കോളാൻ ഞാനാ പറഞ്ഞത്. ഇത് കേട്ട് രാമനാഥൻ എന്ന് ചിരിക്കുക. സുജി ചെറിയമ്മയോട് എന്നെ ഇവിടുന്ന് കൊണ്ടുവിടാനായിട്ട് പറഞ്ഞിട്ടാണ് അമ്മ പോയത്. എന്നിട്ട് എവിടെ നിൻ്റെ സുജി ചെറിയമ്മ? സുജി ചെറിയമ്മ ഇപ്പം 100-ലുണ്ട്. എന്നെ വാതിൽ തുറന്ന് കയറ്റി വിട്ടിട്ടാണ് സുജി ചെറിയമ്മ പോയത്. അവിടെയും സ്വപ്നം തോറ്റു. സ്വപ്നത്തിന് തൃപ്തിയായോ? തൃപ്തിയായില്ലെങ്കിൽ കുറച്ചുകൂടെ കേൾക്ക്, ബാക്കിയും കൂടെ പറ. ടൂറ് പോകുന്ന കാര്യമൊക്കെ ഇഷിത പറഞ്ഞോ? അമ്മ പറഞ്ഞല്ലോ. പ്രിയാമണി സംസാരിച്ചു തുടങ്ങിയോ? മൗനവ്രതത്തിലാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി പറഞ്ഞു, അത് കേട്ടിട്ടൊന്നും അമ്മൂമ്മ മിണ്ടിയില്ല. ചിപ്പി മോള് ചെന്ന് സംസാരിച്ചപ്പോഴാണ് പ്രിയാമണി അമ്മൂമ്മ മിണ്ടിയത്. അങ്ങനെ മൗനവ്രതം തീർന്നു. അവിടവും സ്വപ്ന തോറ്റു. ടൂറ് പോകുന്ന സന്തോഷ വാർത്ത കേട്ടിട്ടല്ല പ്രിയാമണി വാ തുറന്നത് കേട്ടോ. ചിപ്പിമോളി എന്ന് മിണ്ടിയാൽ പ്രിയാമണിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? എന്തിനാ എൻ്റെ സ്വപ്നം എഴുതാപ്പുറം വായിക്കുന്നത്? പിന്നെ ഞാൻ മണ്ടിയൊന്നുമല്ല. ഇഷിത ഇവളെയും കൂട്ടി പോയത് അവൾ പറഞ്ഞത് കളവല്ല എന്ന് പ്രിയാമണിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാ. ചിപ്പി പറഞ്ഞാൽ പിന്നെ മഹേഷിന് ടൂറ് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ശരി, നിൻ്റെ ഔദാര്യം കൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നവല്ലി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ അച്ഛമ്മ എന്തിനാ എല്ലാത്തിനും ദേഷ്യപ്പെടുന്നത് എന്ന് കൊച്ചിങ്ങനെ ചോദിക്കുക. അപ്പോൾ രാമനാഥൻ പറഞ്ഞു, അതെ അച്ഛമ്മ പാവമാണ്, എല്ലാം തൻ്റെ കയ്യിലൂടെ നടക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഈ പാവങ്ങൾ ആ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്നത്. എന്തായാലും രണ്ടുപേരും കൂടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് മഹേഷിൻ്റെ ഓഫീസാണ്. മഹേഷിനെ ഇഷിത ഫോൺ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് മഹേഷ് ചോദിച്ചു, എന്താ അമ്മയുടെ മിണ്ടാവ്രതം വല്ലതും അവസാനിച്ചോ? ടൂറിന് പോകുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ടും അമ്മയ്ക്കുടെ മിണ്ടാവ്രതത്തിനൊന്നും ഒരു കോട്ടവും തട്ടിയില്ല. പക്ഷേ ചിപ്പിമോള് ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മയൊന്ന് സംസാരിച്ച് തുടങ്ങിയത്. എന്നാൽ പിന്നെ ആദ്യം ചിപ്പി ഇറക്കിയാൽ മതിയായിരുന്നല്ലേ? മതിയായിരുന്നു. ചിപ്പിമോളുടെ മുന്നിൽ ദൈവത്തിന് പോലും വാ തുറക്കേണ്ടി വരും. അതിരിക്കട്ടെ, മഹേഷിൻ്റെ ലീവിൻ്റെ കാര്യം എന്തായി? ഞാൻ ആദ്യം ചെയ്തത് ലീവിനുള്ള മെയിൽ അയക്കുകയായിരുന്നു. മറുപടി എന്താണെന്ന് നോക്കട്ടെ. എന്തായാലും ലീവ് ഓക്കെ ആയിട്ട് പോരെ, നമുക്ക് എവിടെ പോകുന്നു എന്ന് ആലോചിക്കാനായിട്ട്. ഇതൊക്കെ ഒരു സ്വപ്നമായിട്ട് കരുതാമല്ലേ എന്ന് ഇഷിത ചോദിച്ചപ്പോൾ, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് സന്തോഷം തന്നെയാണ്. നമുക്ക് അല്പം കാത്തിരിക്കാം. ഒട്ടും സമയമില്ല. അമ്മമാർ മക്കളുമായിട്ട് റൂമിന് പുറത്ത് കാത്തിരിപ്പുണ്ട്. ഓക്കെ, സീ യു എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത കട്ട് ചെയ്തു കേട്ടോ. ഫോൺ വെച്ച് കഴിഞ്ഞ് മഹേഷും ഇഷിതയും 2 തലക്കിൽ വരുന്നിങ്ങനെ ചിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദിക്ക് കോൾ വരാണ്. ചിപ്പിമോളെ വിളിക്കുന്നത്. ആദ്യമായിട്ട് വീട്ടിലാണോ? വീട്ടിലുള്ളപ്പോഴല്ലേ ഫോൺ യൂസ് ചെയ്യാൻ പറ്റൂ, നിനക്കതറിയില്ലേ? നീ ഇപ്പം എന്തിനാ വിളിച്ചേ? അതെ, ഡാഡി അമ്മയും ടൂറ് പോകുന്ന കാര്യം ആദ്യമായിട്ടിനോട് പറയാനാ ഞാൻ വിളിച്ചത്. അത് കൊള്ളാലോ. ഡാഡി ഇഷ്ടാമയും പോകുമ്പോൾ നീയും കൂടെ പോവോ? അയ്യോ അതില്ല, ഞാൻ പോകുന്നില്ല. ഒന്ന് പോടിയൊന്ന്. നീ ഇല്ലാതെ ഇഷിതാമ്മ ടൂർ പോവോ? എന്നെ വിളിച്ചതാ, പക്ഷെ ഞാൻ പോവില്ല. നിനക്കെന്താ അവരുടെ കൂടെ പോയാ? ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ചാൻസ് അല്ലേടി. നീ അവരുടെ കൂടെ പോയി എൻജോയ് ചെയ്തിട്ട് വാ. അതെ, അവർ മാത്രം മതിയെന്നാ ഇപ്പോഴത്തെ തീരുമാനം. നിന്നെ പോട്ടാതെ അവരെന്ത് ടൂർ പോക്കാ? അതെ, ഡാഡി അമ്മയും തമ്മിൽ പിണക്കത്തിലാണെന്നാ പ്രിയാമണി അമ്മൂമ്മ കരുതണതേ. അവരുടെ പിണക്കം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവരെ മാത്രമായിട്ട് വിടുന്നത്. ശരിക്കും അവർ തമ്മിൽ പിണക്കത്തിലാ? ഇല്ലെന്നേ, ഡാഡിയും അമ്മയും തമ്മിൽ വലിയ സ്നേഹത്തിലാണ്. ഒരു പിണക്കവും ഇല്ല. വെറുതെ പിണക്കം കാണിക്കുന്നതാ. അതറിയാതെ ആ പ്രിയാമണി അമ്മൂമ്മ ഈ പറയുന്നതൊക്കെ. അവർ തമ്മിൽ എപ്പോഴും പിണക്കാണെന്നൊക്കെ. എനിക്കല്ലേ അവരുടെ സ്നേഹം അറിയുള്ളൂ എന്ന് ചിപ്പിമോള് അപ്പോഴും ഇഷിതയെയും മഹേഷിനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിലെ കാര്യങ്ങൾ ആദ്യം ഇങ്ങനെ ചോദിക്കുക, നിനക്ക് നിൻ്റെ അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമാണോ? പിന്നെ എനിക്ക് എൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. ചിപ്പിയും ഇഷിതയും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മഹേഷ് കയറി വരുന്നത്. പിന്നെ നമ്മുടെ അഷിതയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. സി യു അഗെയിൻ. താങ്ക് യു.